ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോവൻ പോർച്ചുഗീസ് കറിയായ പോർക്ക് ബിന്ദാലു എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി പോർക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ടാണ് വറ്റൽമുളക് കുറച്ചെടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇനി 2 കറിയാമ്പ് വേണം, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു ഏലക്ക. ഇതെല്ലാം കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത മസാലയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഇതും കൂടി ചേർത്ത് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ വഴറ്റിയെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പൊടിച്ചെടുത്ത മസാലയിലേക്കിട്ട് ഇതും കൂടി അരച്ചെടുക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെ കിട്ടാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് ഒന്നുകൂടി അരച്ചെടുക്കാം. 1/4 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. തോലിലെ നെയ്യുരുക്കി കളഞ്ഞതിന് ശേഷമാണ് തോലെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യോടുകൂടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ നെയ്യുരുക്കി കളയേണ്ട ആവശ്യമില്ല. അരച്ചു വെച്ച മസാല പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് വിനീഗർ ചേർക്കാം. വിനാഗിരി ചേർത്ത് തയ്യാറാക്കുമ്പോഴുള്ള ടേസ്റ്റാണ് ഈ പോർക്ക് ബിന്ദാലുവിൻ്റെ പ്രത്യേകത. ഈ മസാല പോർക്കിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച പോർക്ക് മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. 1/2 മണിക്കൂറിന് ശേഷമാണ് ഈ മാരിനേറ്റ് ചെയ്ത പോർക്ക് എടുത്തത്. ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല അരച്ച ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു 6 വിസിലും കൂടി അടിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാ പോർക്കിനും ഒരേ വേവായിരിക്കില്ല, അത് നോക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. പോർക്ക് വേകുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ട സവാള വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പോർക്കിൽ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പം ഇറച്ചി അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയും കൂടി ചേർക്കുമ്പോഴാണ് ഈ പോർക്ക് ബിന്ദാലുവിന് കറക്റ്റ് ഫ്ലേവർ കിട്ടുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിലും കൂടി അടിച്ച് ഗ്യാസ് ഓഫ് ചെയ്തതാണ്. ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. കടുകും ഉലുവയും ശർക്കരയും വിനാഗിരിയും എല്ലാം കൂടി ചേർത്ത് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഈ കറിക്ക്. പോർക്ക് കറി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ രുചി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.